നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റോറേജ് ലൊക്കേഷൻ എന്താണ്, സ്റ്റോറേജ് അഡ്രസ്സ് എന്താണ്, അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി, പിന്നെ മെമ്മറി യൂണിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കണേ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ലൊക്കേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറിയിൽ ഏതൊക്കെ വരുന്നു, സെക്കൻഡറി മെമ്മറിയിലും ഏതൊക്കെ വരുന്നു എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ലൊക്കേഷൻ. ഫസ്റ്റ് വൺ റാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റാൻഡം ആക്സസ് മെമ്മറി, റാം എന്നുള്ളത് അല്ലേ. അപ്പോൾ റാം ഈസ് ദ ഹാർഡ്വെയർ ഇൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് വേർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം or applications, programs and data in current use are kept so that can be quickly reached by the devices processor. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വല്ല പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാറ്റാസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ത്, റാം എന്നുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. റാം ഈസ് ദ ഹാർഡ്വെയർ ഇൻ എ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് വേർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം or application programs and data in current use are kept so that can be quickly റീച്ചബിൾ ചെയ്ത ഡിവൈസസ് പ്രൊസസ്സറിന് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണെന്ത്, റാം എന്നുള്ളത്. ആ റാമിൽ കറൻ്റായിട്ട് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കറണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ പ്രൊസസ്സറിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റാമിൽ പോയിട്ട് ആക്സസ് ചെയ്യുക. അപ്പോൾ അതാണെന്ത്, റാം എന്നുള്ളതിൻ്റെ യൂസേജ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ റാം ഈസ് ദ മെയിൻ മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു റാം പ്രൈമറി മെമ്മറിയാണ്, അതുപോലെ മെയിൻ മെമ്മറി എന്ന് നമ്മൾ ആദ്യം ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്. റാം ഈസ് ദ മെയിൻ മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ടു റീഡ് ആൻഡ് റൈറ്റ് ടു ദാൻ അതർ കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. അതായത് ബാക്കിയുള്ള എല്ലാ സ്റ്റോറേജ് ഡിവൈസസിൽ നിന്നും ഡിവൈസസിനെക്കാട്ടും കൂടുതൽ ഫാസ്റ്റിൽ റാമിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, റീഡും റൈറ്റും ചെയ്യാൻ പറ്റും. അതായത് ഹാർഡ് ഡിസ്കിനെക്കാട്ടും അല്ലെങ്കിൽ SSDനെക്കാട്ടും അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഡ്രൈവ് CD മെമ്മറി കാർഡ് USB അതിനെക്കാട്ടൊക്കെ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാമിൽ നിന്നും റീഡും റൈറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ റാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി റൺ ചെയ്യുന്ന എന്താണോ അതിൻ്റെ ഇൻഫോർമേഷൻസ് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന സ്പേസ് ആണ് എന്ത്, റാം എന്നുള്ളത്. റാം എന്നുള്ള ബാക്കിയുള്ള എല്ലാ മെമ്മറിനെക്കാട്ടും സ്പീഡിൽ റാമിൽ റീഡും റൈറ്റും ചെയ്യാൻ കഴിയുന്നതാണ് എന്ത്, റാമിൻ്റെ സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻ ഓഫ് റാമിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് വോളറ്റാലിറ്റി. അതായത് നമ്മൾ പറഞ്ഞത് റാം ഒരു വോളറ്റൈൽ മെമ്മറി ആണ്. അതായത് പവർ ഇല്ലെങ്കിൽ അതിലെന്തുണ്ടാവില്ല, ഡാറ്റാസ് ഒന്നും ഉണ്ടാവില്ല. പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. അപ്പോൾ അത് വോളറ്റൈൽ ആയതുകൊണ്ട് എന്തിൻ്റെ റാമിൽ എന്തെങ്കിലും പെർമനൻറ്റ് ഡാറ്റ ഉണ്ടാവില്ല. അതായത് കമ്പ്യൂട്ടർ ഓഫാക്കി കഴിഞ്ഞാൽ ഡാറ്റാസ് പോകും. പിന്നെ അതിൽ ഡാറ്റാസ് വരണമെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ആവണം. അതുകൊണ്ടാണ് എന്ത്, റാം കാൺഡ് സ്റ്റോർ പെർമനൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് റാം ക്യാൻ ബി കമ്പയർഡ് ടു എ പേഴ്സൺസ് ഷോർട്ട് ടേം മെമ്മറി ആൻഡ് എ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ടു പേഴ്സൺസ് ലോങ് ടേം മെമ്മറി. ജസ്റ്റ് ഒന്ന് പറയുന്നത്, ഇപ്പോൾ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം മെമ്മറിയാണ്, ഒരു പേഴ്സണൽ ഷോർട്ട് ടേം മെമ്മറി. അതായത് നമ്മൾ ഇതിലായിരുന്നു ലൈക്ക് ഗജനിയിൽ കണ്ടിട്ടില്ല. അതായത് എന്താ ഗജനിൽ അയാൾക്കെന്താ ഷോർട്ട് ടേം മെമ്മറി അല്ല, കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. അതുപോലെയാണ് എന്ത് റാം എന്ന് പറയുന്നത്. അതുപോലെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലോങ് ടേം മെമ്മറി, ഒരുപാട് കാലം കാത്തിരിക്കുന്നത് ഹാർഡ് ഡിസ്ക്. പക്ഷേ റാം എന്താണ്, ഷോർട്ട് ടേം മെമ്മറിയാണ്. ഒരു പവർ വന്നിട്ട് ആ പവർ പോണ വരെയുള്ള, അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ വന്നിട്ട് ഒരു പ്രോസസ്സർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും, അതിൻ്റെ മെമ്മറീസൊക്കെ മാറ്റിയിട്ട് പുതിയൊരു കാര്യം വന്ന് അത് ആഡ് ചെയ്യും. മനസ്സിലായോ? റാം എന്നുള്ള കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞത് ഷോർട്ട് ടേം മെമ്മറിയാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്യുള്ളൂ. ആ സേവ് ചെയ്യുന്ന കുറച്ച് നേരത്തേക്ക്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും, അതിലുള്ള എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പോകും. പിന്നെ പുതിയ പ്രോസസ്സ് വന്നാൽ അതിൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടാവില്ല, റാമിലുണ്ടാവില്ല. അതുകൊണ്ടാണ് റാമിന് എന്ത് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി ഈസ് ഫോക്കസ്ഡ് ഓൺ ഇമ്മീഡിയറ്റ് വർക്ക്. ഷോർട്ട് ടേം മെമ്മറി മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് വർക്ക്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ്
എന്തെങ്കിലും ആവശ്യം വന്നെന്ന് തോന്നി കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കയറുന്നിട്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി കയറുന്നത് ഒരു ഹാർഡ് ഡിസ്കിലൊക്കെ കയറിയിട്ട് സെർച്ച് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്താ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ, നമ്മൾ കുറച്ച് സ്ഥലത്ത് സെർച്ച് ചെയ്യുമ്പോൾ വലിയ സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ടൈം മെമ്മറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ മീൻ ഇമീഡിയറ്റ് വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം, റാമിൽ പോയിട്ട് ആക്സസ് ചെയ്യുക. അതുകൊണ്ടാണ് റാമിന് എന്ത് ചെയ്യണത് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞത്. ബട്ട് ഇറ്റ് ക്യാൻ ഓൺലി കീപ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫാക്ട്സ് ഇൻ വ്യൂ അറ്റ് എനി വൺ ടൈം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് മെമ്മറി, അതായത് ഒരു 500 GB ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല, റാം ഉണ്ടാവില്ല. മാക്സിമം 4 GB അല്ലെങ്കിൽ 8 GB റാമാണ് വരുന്നത്. അപ്പോൾ ഒരു ലിമിറ്റഡ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ലിമിറ്റഡ് എന്തെങ്കിലും അത്യാവശ്യം വേണ്ട വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നോർമലി ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് കാണുന്നൊരു ഇമേജാണ് ഇത്. അതായത് ഈ ഇമേജാണ് എന്ത്, റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് റാം നമ്മൾ മദർ ബോർഡിലാണ് ബിൽഡ് ചെയ്യൽ. രണ്ടാമത്തെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മദർ ബോർഡിൽ ബിൽഡ് ചെയ്താണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് റാം നമ്മൾ എന്ത് ചെയ്യൽ, സെറ്റ് ചെയ്യൽ. അപ്പോൾ ഇതാണ് ഒരു മദർ ബോർഡിൽ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, റാം വെക്കും. അപ്പോൾ സി പി യുടെ ഉള്ളിലാണ് മദർ ബോർഡ് ഉണ്ടാവല്. അപ്പോൾ മദർ ബോർഡിലാണ് നമ്മൾ എന്ത് ചെയ്യൽ, റാം കണക്ട് ചെയ്യൽ. അപ്പോൾ റാമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എന്താ മനസ്സിലായെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റീഡ് ഓൺലി മെമ്മറി. റാമും റോമും തമ്മിൽ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, റാമിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഡും റൈറ്റും ചെയ്യും. പക്ഷേ റീഡ് ഓൺലി മെമ്മറി റോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നും അങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. അതിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞത്. അതായത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്ത്, റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി. പിന്നെ പറയുന്നത് മെമ്മറി ഫ്രം വിച്ച് വി ക്യാൻ ഓൺലി റീഡ് ബട്ട് കനോട്ട് റൈറ്റ് ഓൺ ഇറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. പുതിയ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഇസ് നോൺ വോളറ്റൈൽ. അതായത് നോൺ വോളറ്റൈലാണ് എന്ത് റോം എന്നുള്ളത്. അതായത് പവർ പോയി കഴിഞ്ഞാലും അതിലുള്ള ഡാറ്റാസ് എന്ത് ചെയ്യില്ല, പോവില്ല. ഇപ്പോൾ റാമിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, പവർ ലൂസ് വന്നു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഡാറ്റാസും ഇറേസ് ചെയ്തിട്ട് ഫ്രഷ് ആവുന്നുണ്ട്. പക്ഷേ റോം എന്നുള്ള എന്താണ്, നമ്മൾ ഒരു പ്രാവശ്യം അതിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഡാറ്റാസ് നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെന്താണ്, അത് പവർ പോയി കഴിഞ്ഞാലും അതിലുള്ള ഡാറ്റാസ് അവിടെ തന്നെ ഉണ്ടാകും. അത് എന്ത് ചെയ്യില്ല, ഡിലീറ്റായി പോവില്ല. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് പെർമനൻ്റ്ലി ഇൻ സച്ച് മെമ്മറീസ് ഡ്യൂറിങ് മാനുഫാക്ചർ. അതായത് ഒരു സി പി യു അല്ലെങ്കിൽ ഒരു സി പി യു നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ആവശ്യമുള്ള ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യും, റോമിൽ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. അതാണ് പറയുന്നത്. ദ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് പെർമനൻ്റ്ലി ഇൻ സച്ച് മെമ്മറീസ് ഡ്യൂറിങ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ആവശ്യമുള്ള റോമിൽ ആവശ്യമുള്ള ഡാറ്റാസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ പറയുന്നത് എ റോം സ്റ്റോർസ് സച്ച് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ. മെയിനായിട്ട് റോമിൽ ഉണ്ടാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ, അതായത് നമ്മൾ സി പി യു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ആയി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സി പി യു ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നടക്കേണ്ടതെന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യല്, നമ്മൾ റോമിൽ സെറ്റ് ചെയ്ത് വെക്കല്. അപ്പോൾ നോർമലി എന്ത് ചെയ്യും, സി പി യുവിൻ്റെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നേരെ റോമിൽ കൂടെ അതിലുള്ള ഇൻസ്ട്രക്ഷൻ എന്താണോ അത് വായിക്കും. അതിലുള്ള ഇൻസ്ട്രക്ഷൻ മിക്കവാറും തന്നെ ആയിരിക്കും OS-നെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതായത് വിൻഡോസ് ആണെങ്കിൽ അതെന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതായിരിക്കും റോമിലുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നേരെ എന്ത് ചെയ്യും, അത് ഓപ്പൺ ആക്കും. അപ്പോൾ റോം എന്നുള്ളതാണ് നമ്മൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അത് നോൺ വോളറ്റൈലാണ്. അതുപോലെ അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് ഉണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്താ ചെയ്യുന്നത്. പിന്നത്തെ പോയിന്റ് പറയുന്നത് റോം സ്റ്റോർ സച്ച് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് കമ്പ്യൂട്ടർ. റോമിൽ എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഒരു കമ്പ്യൂട്ടർ എങ്ങനെ സ്റ്റാർട്ട് ആവുന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് റോമിൽ കാണിക്കുക. കാരണം സി പി യു ഒരു ഡിവൈസാണ് അല്ലേ, മോണിറ്റർ വേറെ ഡിവൈസാണ്. അപ്പോൾ സി പി യു നമ്മൾ ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്നുണ്ടല്ലേ വിൻഡോസ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും വിൻഡോസ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഫുൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് എവിടെയാണ്, റോമിലാണ്.
അടുത്ത പോയിന്റ് ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ ദ ഓപ്പറേഷൻ ഇസ് റിഫേർഡ് ടു ബൂട്ട് സ്ട്രാപ്പ്. അതായത് അതായത് ബൂട്ടിംഗ് ടൈം എന്ന് പറയും. അതായത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ CPU ഓൺ ആക്കിയിട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓണാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോഡിനാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് CPU എന്നുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ, അതായത് കാണാത്തൊരു സാധനമാണ് സോഫ്റ്റ്വെയർ അല്ലേ. സോഫ്റ്റ്വെയർ ആ സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ CPU ഓണാക്കി കഴിഞ്ഞാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയൽ വിൻഡോസ് ഓപ്പണായി വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബൂട്ടിംഗ് എന്നുള്ളത്. അപ്പോൾ നോർമലി റോമിനെ ബൂട്ട് സ്ട്രാപ്പ് എന്നാണ് പറയൽ. ROM chips are not only used in computer but also in other electronic items like washing machine, micro oven. അങ്ങനെ കമ്പ്യൂട്ടറിൽ മാത്രമല്ല റോം യൂസ് ചെയ്യണത്, അതും എന്തിനുണ്ട്, വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നത്. കാരണം വാഷിംഗ് മെഷീൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്യൂണിങ് ഇതൊക്കെ ആണെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിലാണ്, റോമിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ മാത്രമല്ല റോം യൂസ് ചെയ്യുന്നത്, വേറെ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, റോം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് റോം. ഇതാണ് ഇമേജ് കൊടുത്തിട്ടുള്ളതാണ് റോം എന്നുള്ളത്. റാമും എൻ്റെ ഡിഫറെൻ്റ് ഉണ്ട്. റോം ഇത് രണ്ടും എന്തിലാണ്, മദർ ബോർഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ റോമിൻ്റെ ഫീച്ചറല്ല റാമിൻ്റെ ഫീച്ചറല്ല റോമിനുള്ളത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് റോം ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നോൺ വോളറ്റൈൽ ഇൻ നാച്ചർ. അതായത് ഒരു കറണ്ട് പവർ പോയി കഴിഞ്ഞാലും അതിലത്തെ ഡാറ്റാസ് പോവില്ല, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ പവർ ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് മെഷീൻ ഇട്ട് ഓണാക്കി തിരിച്ച് കഴിഞ്ഞ് ചത്താലും എന്ത് ചെയ്യില്ല, സാധനം വർക്ക് ചെയ്യില്ല. കാരണം അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് പോവുകയാണെങ്കിൽ. അതുകൊണ്ടാണ് റോമിന് നമ്മൾ എന്താണ് നോൺ വോളറ്റൈൽ ആക്കി കൊടുക്കുന്നത്. അതായത് പവർ പോയി കഴിഞ്ഞാലും അതിൽ കൊടുത്ത ഡാറ്റാസ് അവിടെ തന്നെ ഉണ്ടാവും. കനോട്ട് ബി ആക്സിഡൻ്റലി ചേഞ്ച്. എങ്ങനെ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാതൊക്കെ സംഭവിക്കും. എങ്ങനെ അറിയാതെ എന്തില്ല, മരിച്ചാലും എന്തില്ല ഡാറ്റാസ് പോവില്ല, അവിടെ സെറ്റ് ചെയ്ത ഡാറ്റാസ് അവിടെ ഉണ്ടാവും. ചീപ്പർ ദാൻ റാമിനെക്കാട്ടി എന്താണ് പൈസ കുറവാണ്. ഈസി ടു ടെസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. മോർ റിലയബിൾ ദാൻ റാംസ്. പിന്നെ പറഞ്ഞാൽ സ്റ്റാറ്റിക് ആൻഡ് ഡു നോട്ട് റിക്വയർ റീഫ്രഷിങ്. അതായത് ഒരു സ്റ്റാറ്റിക് ആൻഡ് ഡു നോട്ട് റിക്വയർ റീഫ്രഷിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഡാറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്നും അവിടെ ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യണ്ട, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണ്ട, റീഫ്രഷ് ചെയ്യുന്നു. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്യില്ലേ, അതുപോലെ എന്ത് ചെയ്യണ്ട, റോമിൽ ഒരിക്കലും എന്ത് ചെയ്യണ്ട, റീഫ്രഷ് ചെയ്യേണ്ട. അതിലുള്ള ഡാറ്റ പെർമനൻ്റ് അവിടെ ഉണ്ടാവും. അതെപ്പോഴും ഒരേ രീതിയിൽ തന്നെ ആക്സസ് ചെയ്യാനും പറ്റും. പിന്നെ പറയുന്നത് കണ്ടൻസ് ആർ ഓൾവേസ് നോൺ ആൻഡ് ക്യാൻ ബി വെരിഫൈഡ്. അതായത് അതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ റാമിൽ ഓരോ പ്രോസസ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ക്ലിയർ ആയിട്ട് ഒരു പ്രോസസ്സ്, ഇപ്പോൾ റാമിൽ ഒരു പ്രോസസ്സ് വന്നു, ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ എല്ലാ ഡാറ്റാസും ഡിലീറ്റ് ആയി പോകും. പക്ഷേ റോം അങ്ങനെയല്ല, അതിൽ എന്താ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് റോം ആണെങ്കിൽ കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പൺ ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വെരിഫൈ ചെയ്യുക. അതേപോലെ ഇപ്പോൾ വാഷിംഗ് മെഷീനാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഓൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എനിക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കറിയാം, റാമിൽ എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈയും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോമാണ്. അതായത് മൂന്ന് ടൈപ്പ് മെയിനായിട്ട് മൂന്ന് ടൈപ്പ് റോം ഉണ്ട്. ഫസ്റ്റ് വൺ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് റോമിൻ്റെ വേറൊരു വേർഷനാണ്. റോം ഈസ് റീഡ് ഓൺലി മെമ്മറി ദാറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ഓൺലി വൺസ് ബൈ എ യൂസർ. അതായത് റോമിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ മാനുഫാക്ചറിൻ്റെ സമയത്ത് തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കുന്നു. പക്ഷേ പ്രോമിന് കൊടുക്കുന്ന ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അതായത് ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം യൂസറിന് ഒരു ചാൻസ് കൊടുക്കും അതിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ സേവ് ചെയ്ത് വെക്കാൻ. അത് ഇൻസ്ട്രക്ഷൻ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിരിക്കും, അത് റോമായി മാറും. അപ്പോൾ ഒരു പ്രാവശ്യം പ്രോം എന്നുള്ള കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം യൂസറിന് മോഡിഫൈ ചെയ്യാനുള്ള ചാൻസ് കൊടുക്കും. ദ യൂസർ ബൈസ് എ ബ്ലാങ്ക് പ്രോം ആൻഡ് എൻറ്റേഴ്സ് ദ ഡിസൈഡ് കണ്ടൻസ് യൂസിങ് എ പ്രോം പ്രോഗ്രാം. അതായത് ഒരു പ്രോം മേടിച്ചു കഴിഞ്ഞാൽ അത് ബ്ലാങ്ക് ആയിരിക്കും. ഒരു
ഇപ്പോൾ ഞാനൊരു പുതിയ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് വേണ്ടി ഞാനൊരു പ്രോമോ മേടിച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, അത് ബ്ലാങ്ക് ആയിരിക്കും. എന്നിട്ട് അതിലോട്ട് എനിക്ക് എന്ത് ചെയ്യുക, എൻ്റെ ആവശ്യം അനുസരിച്ചുള്ള എനിക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം എന്ത് ചെയ്യുക, ആ പ്രോമിൽ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നത്തെ പോയിന്റ് പറയുന്നത് ഇൻസൈഡ് ദ പ്രോഗ്രാം ചിപ്പ് ദർ ആർ സ്മോൾ ഫ്യൂസസ് വിച്ച് ആർ ബേൺഡ് ഓപ്പൺ ഡ്യൂറിങ് പ്രോഗ്രാമിങ്. അതായത് റോം ചിപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫ്യൂസ്, ചെറിയൊരു ഫ്യൂസ് ഉണ്ടാവും. അതായത് അത് എന്ത് ചെയ്യും, അത് അതിൻ്റെ പവറിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യല്, പ്രോഗ്രാമിങ് നടക്കല്. അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൽ ചെറിയ ഫ്യൂസ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, അത് കത്താൻ തുടങ്ങും. അത് കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യത്തെ ഡാറ്റാസ് എടുത്തിട്ട് എന്ത് ചെയ്യും, അതിൽ എന്താണോ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അതെന്ത് ചെയ്യും, വർക്ക് ചെയ്യും. പിന്നെ പറയുന്നത് ഇറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഇറേസബിൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇഷ്ടാനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, യൂസർ ഇപ്പോൾ ഞാനൊരു പുതിയൊരു പ്രോമോ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒരു പ്രാവശ്യം എനിക്ക് എന്താണ് ആവശ്യമുള്ളത് ആ കണ്ടൻറ്റ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറേസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രോം എന്നുള്ളത്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീന്, അങ്ങനത്തെ വാഷിംഗ് മെഷീന് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമാണല്ലേ, അത് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കറങ്ങണം, അത് മറ്റേത് തിരിച്ച് കഴിഞ്ഞാൽ ഉണങ്ങണം, അങ്ങനത്തെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, പ്രോമി മേടിച്ചിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെച്ചിട്ട് വാഷിംഗ് മെഷീനിൽ ഫിറ്റ് ചെയ്തിട്ട് അത് വാഷിംഗ് മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്രോമിൻ്റെ ഉള്ളിൽ ചെറിയ ഫ്യൂസസ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, അത് കത്താൻ തുടങ്ങും. അത് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ എന്ത് ചെയ്യും, ആ പ്രോഗ്രാം ഇങ്ങനെ റീഡാകാൻ തുടങ്ങും. പിന്നുള്ളത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് മായ്ച്ചിട്ട് വീണ്ടും നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് എന്ത് പ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്ത്, ഈ പ്രോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിൽ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് വെറും റീഡ് ചെയ്യാൻ വന്ന് പിന്നെ മാറ്റാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഈ കേസിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയതാണ് റോം, അതിന് ശേഷം ഇറങ്ങിയതാണ് എന്ത്, പ്രോം. അതിന് ശേഷം ഇറങ്ങുന്നതാണ് എന്ത്, ഈ പ്രോം. ആദ്യത്തെ റോം റീഡ് ഓൺലി മെമ്മറി ആയിരുന്നു. രണ്ടാമത്തെ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ യൂസറിന് ഒരു പ്രാവശ്യം അതിൽ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഈ ഇറേസബിൾ. അതായത് മായ്ക്കാൻ പറ്റുന്ന റീഡ് ഓൺലി മെമ്മറിയാണ് എന്ത്, ഈ പ്രോം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഈസിയസ്റ്റ് വേയിൽ നമുക്ക് അങ്ങനെ ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഇറേസ് ചെയ്യാനുള്ള കണ്ടു പറയുന്നുണ്ട്. ഈ പ്രോം ക്യാൻ ബി ഇറേസ്ഡ് ബൈ എക്സ്പോസിങ് ഇറ്റ് ടു അൾട്രാ വയലറ്റ് ലൈറ്റ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് അപ് ടു 40 മിനിറ്റ്. 40 മിനിറ്റ് ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് ഈ പ്രോമിലോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോമിൽ എന്ത് ചെയ്യും, ആ പ്രോമിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇറേസ് ചെയ്ത് കളയും. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പ്രോഗ്രാം അതിൽ സെറ്റ് ചെയ്തു. ഇനി ആ പ്രോഗ്രാം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യണം, 40 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 40 മിനിറ്റ് അതിലോട്ട് ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, അതിലത്തെ ഡാറ്റാസ് ഇറേസ് ആയി പോവുള്ളൂ. യൂഷ്വലി ആൻഡ് ഈ പ്രോം ഇറേസസ് അച്ചീവ്സ് ദിസ് ഫങ്ഷൻ. അതായത് ആ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് എന്ത്, ഈ പ്രോമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് വരുന്നത്. ഡ്യൂറിങ് പ്രോഗ്രാമിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ചാർജ് ഇസ് ട്രാപ്ഡ് ആൻഡ് ഇൻസുലേറ്റഡ് ഗേറ്റ് റീജിയൻ. അതായത് ഇപ്പോൾ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സിഗ്നൽ അങ്ങോട്ട് ഈ പ്രോമിലോട്ട് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതവിടെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കും. ഒരു ഗേറ്റ് റീജിയൻ ഉണ്ട്, അതിനുള്ളിൽ എന്ത് ചെയ്യും, ഇൻസുലേറ്റ് ചെയ്ത് വെക്കും. അതായത് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസുലേറ്റർ എന്നൊക്കെ കണ്ടില്ലേ, മീൻ വണ്ടി എന്നൊക്കെ പറയും നമ്മളെ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, പുറത്തേക്ക് പോകില്ല. ഇപ്പോൾ നമ്മൾ ഫിഷൊക്കെ കൊണ്ടുപോയി ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ തണുപ്പ് ഒരു പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ ഓണാക്കി കഴിഞ്ഞാൽ ആ തണുപ്പ് എന്ത് ചെയ്യും, അതിനുള്ളിൽ തന്നെ നിൽക്കും, അതിന് പുറത്തോട്ട് വരാൻ സാധിക്കും. അതേപോലെയാണ് ഈ പ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ചാർജ് അതിനുള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുക, ഇൻസുലേറ്റർ അതിനുള്ളിൽ തന്നെ എന്തുണ്ടാവുക, ആ ഇലക്ട്രിക് ചാർജ് ഉണ്ടാവുക, അതെന്തില്ല പിന്നെ അതുകൊണ്ട് പുറത്ത് പോകില്ല. പിന്നെ പറഞ്ഞത് ചാർജ് ഇസ് റീറ്റെയിൻഡ് ഫോർ മോർ ദാൻ 10 years ബിക്കോസ് ദ ചാർജ് ഹാസ് നോ ലീക്കേജ് പാത്ത്.
ഈ ഒരു ചാർജ് അതിനുള്ളിലേക്ക് ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം 10 വർഷം നിൽക്കുന്ന പറഞ്ഞത്. അതായത് അതിൽ നിന്ന് പുറത്തോട്ട് എക്സിറ്റ് ഇപ്പോൾ ഒരു ചാർജ് വന്നു, ആ ചാർജ് അതിനെ ഇൻസുലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ ഇൻസുലേറ്റ് ചെയ്ത് ചാർജ് ഏകദേശം 10 വർഷത്തോളം അവിടെ നിൽക്കും, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചാർജിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന് പിന്നെ പുറത്തോട്ട് വരാൻ ലീക്കേജ് പാത്തില്ല. അതില്ലാത്തതുകൊണ്ട് ആ ഉള്ളിൽ കയറിയ ചാർജ് ഏകദേശം 10 വർഷത്തോളം അവിടെ നിൽക്കുന്നതാണ് പറയുന്നത്. ഫോർ ഇറേസിംഗ് ദിസ് ചാർജ്, ultraviolet light is passed through a quartz crystal window lid. അതായത് ഈ ഞാൻ ഫസ്റ്റ് പ്രോമോ പറയുമ്പോൾ പറയുന്നത് ഒരു ഫ്യൂസ് ഓൺ ആവുന്നില്ല, ഒരു ചാർജ് വന്നിട്ട് ആ ഫ്യൂസ് ഓൺ ആവും. അതേപോലെ തന്നെയാണ് ഇതിലും പറയുന്നത്. ഒരു ഇലക്ട്രിക്കൽ ചാർജ് അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഇൻസുലേറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കും. അതാണെന്ത് ആ ഇൻസുലേറ്റ് ചെയ്ത ഈ ഇലക്ട്രിക് ചാർജാണ് അതിലത്തെ പ്രോഗ്രാംസിനെ റീഡ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ആ പ്രോഗ്രാംസിനൊക്കെ ഇറേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇലക്ട്രിക് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ വിൻഡോയിലൂടെ അല്ലെങ്കിൽ ഒരു ലിഡ്, ആ ലിഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു അൾട്രാവയലറ്റ് ലൈറ്റിനെ പാസ് ചെയ്ത് കൊടുക്കും. അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും? ആ ചാർജ് അവിടെ നിൽക്കും. അതോടെ അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസൊക്കെ എന്താവും? ഇറേസ് ആയി പോകും. Exposure to ultraviolet light dissipates the charge. During normal use, the quartz lid is sealed with a sticker. ഇതാണ് എന്താണ് അൾട്രാവയലറ്റ് ലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിലുള്ള എല്ലാ ഡാറ്റാസും റിമൂവ് ആയി. അത് അൾട്രാവയലറ്റ് ലൈറ്റ് പോയി പിന്നെ വീണ്ടും ഇതായി കഴിഞ്ഞാൽ പോവും. പിന്നെ പറയുന്നത് ക്വാർട്സ് ലിഡ്സ് സീൽഡ് വിത്ത് എ സ്റ്റിക്കർ. അത് നമ്മൾ പറഞ്ഞില്ല, ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ ലെഡിലൂടെ ആയിരിക്കും അൾട്രാവയലറ്റ് ലൈറ്റ് നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ അത് എന്ത് സ്റ്റിക്കർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? സീൽ ചെയ്തിട്ടുണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക എന്താണ് ഈ പ്രോം എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്താണ് ഈ പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യുക? വീണ്ടും ഇറേസ് ചെയ്യുക. ഇറേസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 40 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് 40 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അൾട്രാവയലറ്റ് ലൈറ്റ് ഈ പ്രോമിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റാസ് ഇറേസ് ആയി പോകും. ഇറേസ് ആകാൻ വേണ്ടി യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ റൺ ആയി വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ, ഒരു ഇലക്ട്രിക്കൽ ചാർജ് പാസ് ചെയ്യിപ്പിക്കും അതിലോട്ട്. ആ ഇലക്ട്രിക്കൽ ചാർജ് എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്തിട്ട്, അതായത് അതിനുള്ളിൽ തന്നെ കെടുത്തി ഇൻസുലേറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ക്ലോസ് ചെയ്ത് പുറത്ത് പോവുക. ആ ഇലക്ട്രിക് ചാർജ് പുറത്ത് പോകാത്ത രീതിയിൽ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ പ്രോമൊക്കെ വർക്ക് ചെയ്യൽ. ഇനി അതിനെ ഇറേസ് ചെയ്യണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ചാർജ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ഏകദേശം 10 വർഷത്തോളം അത് പുറത്ത് പോവാതെ സൂക്ഷിക്കും. കാരണം ലീക്കേജ് പാത്ത് ഇല്ലാത്തതുകൊണ്ട് അത് ഏകദേശം 10 വർഷത്തോളം അത് അങ്ങനെ തന്നെ നിൽക്കുന്ന, ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നിൽക്കുന്നതാണ് പറയുന്നത്. ഇനി ആ ഡാറ്റാസ് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു അൾട്രാവയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യണം? ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ വിൻഡോയിലൂടെ ഒരു അൾട്രാവയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യണം? അതിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർജ് അവിടെ, ഇലക്ട്രിക് ചാർജ് അവിടെ സ്റ്റോപ്പ് ആവും. അതിനുള്ളിലുള്ള ഡാറ്റാസ് എന്ത് ചെയ്യും? ഇറേസ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണെന്ത് ഈ പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് രണ്ട് ഇമേജാണ് പറയുന്നത്. ഈ പ്രോമിൻ്റെ സാധാ പ്രോമോ പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ സർക്യൂട്ട്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അത് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റില്ല നോർമലി. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും ഇല്ല, കാരണം അത് ഇലക്ട്രിക്കൽ സൈഡാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻറ്റൽസൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്താണ് റോം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിയാൽ റാം എന്താ നോക്കി, റോം എന്താ നോക്കി, പ്രോം എന്താ നോക്കി, ഈ പ്രോം എന്താ നോക്കി. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, അതായത് മെയിൻ മെമ്മറിയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റാം. അതിൻ്റെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതിലോട്ടൊരിക്കൽ സ്റ്റോർ ചെയ്ത്, അല്ലെങ്കിൽ വോളറ്റൈൽ മെമ്മറിയാണ്. പവർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഡാറ്റാസ് നോക്കുള്ളൂ. പവർ പോയി കഴിഞ്ഞാൽ അതിൽ ഡാറ്റാസൊക്കെ പോവും. റോം എന്നുള്ളത് റീഡ് ഓൺലി മെമ്മറിയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തിന് അതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കും. ആ സർക്യൂട്ടിന് പറഞ്ഞ പേരാണ് റോം. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വോളറ്റൈലാണ്. ഇപ്പോൾ പവർ ഉണ്ടെങ്കിലും നോൺ വോളറ്റൈലാണ്. പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലത്തെ ഡാറ്റാസ് എന്ത് ചെയ്യില്ല? ഇറേസ് ആയിട്ട് പോകില്ല. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ
അത് പ്രോഗ്രാമർ ഒരു പ്രാവശ്യം അതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പ്രോം എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീനിലും അതുപോലെ ബാക്കിയുള്ള ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ പ്രോം യൂസ് ചെയ്യുന്നുണ്ട്. പ്രോമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, അതിലോട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്ത് മറ്റേ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് ഈ പ്രോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് ഈ പ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഡാറ്റ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അതിൽ ഡാറ്റ മാറ്റിയിട്ട് വേറെ ഡാറ്റ ആക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ടെക്നിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 40 മിനിറ്റ് ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് അതിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡാറ്റ ഇറേസ് ആവും. അപ്പോൾ അതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ അച്ചീവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോമിൻ്റെ അകത്തേക്ക് ഒരു ഇലക്ട്രിക് ചാർജ് ആദ്യം കടത്തി വിടും. ആ ഇലക്ട്രിക് ചാർജ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ചാർജ് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. ആ ഇലക്ട്രിക് ചാർജ് പുറത്തു പോകില്ല, അത് ഇൻസുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഏകദേശം 10 വർഷത്തോളം അതൊരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ അപ്പോൾ ആ ഇലക്ട്രിക് ചാർജിനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഡാറ്റാസ് പോവുള്ളൂ. അപ്പോൾ അത് കളയാൻ വേണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ വിൻഡോയിലൂടെ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റിനെ അതിലോട്ട് പാസ് ചെയ്യും. അത് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് 40 മിനിറ്റ് ആ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ആ 40 മിനിറ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലത്തെ ഡാറ്റ മാറിയിട്ട് അതിലുണ്ടായിരുന്ന ഡാറ്റാസ് റിലീസ് ആയി പോകും. നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്വാർട്സ് ക്രിസ്റ്റൽ ലിഡിലൂടെയാണ് എന്ത് അൾട്രാ വയലറ്റ് ലൈറ്റ് പാസ് ചെയ്യല്. അപ്പോൾ ഈ ക്വാർട്സ് ലിഡ് എന്താ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സീൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു യൂണിറ്റ് തീരാനായിരുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാസ് ടെസ്റ്റ് ഞാൻ നടത്തും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കട്ടെ. അതേപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ചോദിക്കുക. വാട്സപ്പ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോൾ ചെയ്യുക. താങ്ക് യു.